ഡോക്ടർ അരുൺകുമാർ ഒരു കാലത്ത് നിരവധി വർഷങ്ങൾ കൊടകര കുഴൽപ്പണക്കേസ് എന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ നഭമണ്ഡലങ്ങളിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. BJPയുടെ സംസ്ഥാന നേതൃത്വം മുതൽ ജില്ലാ നേതൃത്വം വരെ വലിയ രീതിയിൽ മുൾമുനയിൽ നിന്ന ഒരു വിഷയം കൂടിയാണ്. ചോദ്യത്തിൻ്റെ മുൾമുനയിൽ നിന്ന വിഷയം കൂടിയാണ്. അന്വേഷണ സംഘത്തിന് മുമ്പിൽ വരിയായി നേതാക്കൾ വരുന്ന സ്ഥിതിയുണ്ടായിരുന്നു. പക്ഷേ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തെങ്കിലും തെളിവുകളോ ഇത് സംബന്ധിച്ച മറ്റൊരു എവിഡൻസ് ലഭിക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവരൊന്നും ആ കൊടകര കുഴൽപ്പണ കേസിൽ പ്രതികളായിരുന്നില്ല. പക്ഷേ പിന്നീട് ഒരു നീണ്ടകാലം ഈ കേസ് വിസ്മൃതിയിലേക്ക് പോയി. അതിനുശേഷം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലാണ് BJPയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന തിരൂർ സതീഷ് ചില വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തുന്നത്. കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന സംഭവ വികാസങ്ങളെ സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തലായിരുന്നു പ്രധാനമന്ത്രി തിരൂർ സതീഷ് നടത്തിയത്. 9 കോടി രൂപ ചാക്കുകെട്ടുകളിലാക്കി BJP ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിച്ചെന്നും അതിനുശേഷം പല നേതാക്കളുടെ നിർദ്ദേശപ്രകാരം പലരും വന്ന് പല ചാക്കുകൾ എടുത്തുകൊണ്ടുപോയെന്നടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളുമായി അന്നത്തെ BJPയുടെ ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന തിരൂർ സതീഷ് രംഗത്തെത്തുന്നു. ഇത് മുഴുവൻ താൻ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് താൻ ഇതിനെല്ലാം സാക്ഷിയാണെന്നും ഇത് സംബന്ധിച്ച നിരവധി തെളിവുകൾ തൻ്റെ കൈവശമുണ്ടെന്നും അദ്ദേഹം പറയുന്നു. അതിനുശേഷം കഴിഞ്ഞ ആ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ വളരെ സജീവമായ ചർച്ചയായി മാറുന്നു. അതിനെ തുടർന്ന് പോലീസ് അന്നത്തെ അന്വേഷണ സംഘം തിരൂർ സതീഷിൻ്റെ മൊഴി രേഖപ്പെടുത്തുന്നു. തുടർന്ന് കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയാണ് തിരൂർ സതീഷിൻ്റെ. പക്ഷേ തിരൂർ സതീഷിൻ്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തി മാസങ്ങൾ പിന്നിടുമ്പോഴും യാതൊരു നടപടികളും അതിന് മുകളിലേക്ക് ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും വിചിത്രമായ കാര്യം. യാതൊരു നടപടികളിലേക്കും കോടതിയുടെ നിർദ്ദേശപ്രകാരമോ അന്വേഷണ സംഘത്തിൻ്റെ നടപടികളിലോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നിശബ്ദമായി വീണ്ടും വിസ്മൃതിയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത് സംബന്ധിച്ച അവർ നടത്തിയ അന്വേഷണം പൂർത്തിയായി ഇത് സംബന്ധിച്ചുള്ള കുറ്റപത്രം വൈകാതെ സമർപ്പിക്കുമെന്ന ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്നത് വീണ്ടും കൊടകര കുഴൽപ്പണ കേസ് വീണ്ടും സജീവമായി ചർച്ചയാകുന്നു എന്ന സൂചനകൾ കൂടി നൽകുന്നുണ്ട്. പക്ഷേ അന്വേഷണ സംഘമോ കോടതിയോ വ്യക്തമായ നിർദ്ദേശമോ വ്യക്തമായ നടപടികളിലേക്ക് കടക്കാതെ കൊടകര കുഴൽപ്പണ കേസിൽ റീ ഓപ്പണിംഗ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. പക്ഷേ തിരൂർ സതീഷ് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് താൻ ഉന്നയിച്ച ആരോപണങ്ങൾ 9 കോടി രൂപ ചാക്കുകെട്ടുകളാക്കി കൊണ്ടുവന്ന് വിവിധ നേതാക്കൾ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട തെളിവുകൾ തൻ്റെ കൈവശമുണ്ടെന്ന് ഇപ്പോഴും അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴും കൊടകര കുഴൽപ്പണ കേസ് BJPയുടെ നേതാക്കൾ ചോദ്യത്തിൻ്റെ മുൾമുനയിൽ നിന്ന കൊടകര കുഴൽപ്പണ കേസ് ഇപ്പോഴും അനക്കമില്ലാതെ ഉറച്ച പാറ പോലെ ഇപ്പോഴും പൊതുസമൂഹത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. കോടതിയുടെയും നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിൽ ഉറച്ച് നിൽക്കുക തന്നെയാണ് യാതൊരു ചലനവുമില്ലാതെ അരുൺകുമാർ.